ലൈഫിൽ പ്രോഗ്രസ് ഉണ്ടെങ്കിൽ അല്ലെ നമ്മുടെ ലൈഫ് മുന്നോട്ട് എന്ത് എന്ന് ചോദിക്കുമ്പോഴാണ് നമുക്ക് ഇന്ന് ജീവിക്കാനുള്ള ഒരു സ്ട്രെങ്ത് കിട്ടുന്നത് അല്ലേ. അപ്പോഴാണ് സംതിങ് ഈസ് ദേ വെയിറ്റിംഗ് ഫോർ മീ എന്നുള്ളൊരു സംഭവം വരുമ്പോൾ ഐ ഷുഡ് വർക്ക് ഫോർ ദാറ്റ് അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ വർക്ക് ചെയ്ത് പോകുന്ന സമയത്താണ് നമുക്ക് അതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. ഈ അച്ചീവ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ലൈഫിനൊരു രസമുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കരിയർ, അതായത് ഫോറിൻ സർവീസിൻ്റെ കരിയർ എന്താണെന്ന് അറിയണ്ടേ? ഫോറിൻ സർവീസിലൂടെ നമ്മൾ ജോയിൻ ആവുന്ന നിമിഷം തൊട്ട് നമ്മുടെ ലൈഫ് ഏറെക്കുറെ നല്ല ചേഞ്ച് ആണ് കേട്ടോ. ഈവൻ തോ നമ്മുടെ സാലറിയിലായിക്കോട്ടെ, നമ്മുടെ ഒരു പ്രൊമോഷൻ ആയിക്കോട്ടെ, നമ്മുടെ എക്സ്ട്രാ വൈബ് ആയിക്കോട്ടെ, എല്ലാത്തിലും നമുക്ക് എന്ത് കിട്ടും, നമുക്കൊരു എക്സ്പോഷറും എല്ലാത്തിനും നമുക്കൊരു വലിയൊരു ഹൈ ആയിട്ട് ലെവലിലേക്ക് നമ്മൾ പോവുക ചെയ്യുന്നത്. ഈവൻ നമുക്കിപ്പോൾ നാട്ടിൽ തന്നെ നിന്ന് നമ്മുടെ നാട് മാത്രം കണ്ടിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഫോറിൻ സർവീസിലോട്ട് കയറി നമ്മൾ സർവീസിലോട്ടൊക്കെ എത്തുന്ന സമയത്ത് നമുക്ക് ബാക്കിയൊരു നമ്മുടെ വേൾഡ് എങ്ങനെയാണ്, അല്ലെങ്കിൽ വേറൊരു കൺട്രി എങ്ങനെയാണ്, അവിടുത്തെ കൾച്ചർ എന്താണ്, അവിടുത്തെ ഫുഡ് എന്താണ്, ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു വലിയൊരു വേ അവിടെ ഓപ്പൺ ആയിട്ട് കിട്ടുക. അതിനുശേഷം ഇത് കൂടാതെ നമ്മുടെ സാലറിയിലാണെങ്കിലും നല്ല ഇൻക്രീസ് ഉണ്ടാകുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 7th പേ കമ്മീഷൻ്റെ ആ ഒരു സ്കെയിൽ വെച്ചിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നമ്മുടെ സെൻട്രൽ സർവീസിലും അല്ലെങ്കിൽ ഈ ഓൾ ഇന്ത്യ സർവീസിലൊക്കെ വരുന്ന ആളുകൾക്ക് സാലറി പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ അതിൽ നമുക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഇവർക്ക്, അതായത് ഈ IFS ഓഫീസേഴ്സിന് എന്ത് കിട്ടുന്നുണ്ട്, കുറച്ച് സാലറി, അതായത് എക്സ്ട്രാ അലവൻസും കാര്യങ്ങളും വരുന്നുണ്ട്. ഈവൻ അവരൊരു പുറത്തുള്ള കൺട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഈവൻ ഒരു അമേരിക്കയിലാണ്, നമ്മുടെ അമേരിക്കൻ എംബസിയിലാണ് IFS ഓഫീസറായിട്ടുള്ള ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡോളറിന് ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യും, ഇവിടുത്തെ സാലറിയിൽ പ്രോഗ്രഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ ഈവൻ ഇപ്പോൾ ഒരു ഭൂട്ടാൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നമ്മുടെ റുപ്പീനെക്കാളും വാല്യൂ കുറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണെങ്കിൽ അവിടെ അതിനനുസരിച്ച് എന്ത് ചെയ്യും, വാല്യൂ അഡീഷൻസ് നടക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാലറിയിൽ ഒരു കറക്റ്റ് ഇന്നൊരു സാലറി നമുക്ക് പറയാൻ പറ്റില്ല. 7th പേ സ്കെയിൽ വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, സാലറി പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ സാലറി കിട്ടുന്നത്. എങ്കിൽ കൂടി ഈ ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിലും നല്ല ഹൈ ക്ലാസ് ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാം ഫ്ലൈറ്റിൽ. പിന്നെ ഡിപ്ലോമാറ്റിക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈവൻ നമ്മുടെ ലൈഫാണെങ്കിൽ നമുക്ക്, അതായത് കുറേ ഗവൺമെൻറ് ഫണ്ട് ചെയ്യും നമ്മൾ മുന്നോട്ട് പോകാൻ ഗവൺമെൻറ് ഫണ്ട് ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഈ ഒരു ഫോറിൻ സർവീസിലോട്ട് വരുന്ന സമയത്ത്. അത് നമ്മൾ മിസ്യൂസ് ചെയ്യരുതെന്ന് മാത്രം. അപ്പോൾ നമ്മുടെ ഒരു ലൈഫിൽ നമ്മൾ പറഞ്ഞല്ലോ ഒരു ഫുൾ ചേഞ്ച് ആണ്, അല്ലെങ്കിൽ ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. ഈവൻ ദ സാലറിയിലാണെങ്കിലും എക്സ്പോഷറിലാണെങ്കിലും റെസ്പോൺസിബിലിറ്റിയിലാണെങ്കിലും എല്ലാത്തിലും നമ്മൾ ഒരു പടി മുന്നിലേക്ക് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ SSIFSൽ നിന്ന് ട്രെയിനിങ് കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു പീരീഡിൽ തന്നെ എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്കൊരു എക്സ്റ്റേണൽ മിനിസ്ട്രിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻറ്റേൺഷിപ്പ് എന്നുള്ള രീതിയിൽ ചെറിയൊരു അറ്റാച്ച്മെൻറ്റ് പീരീഡ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. IFS ഓഫീസേഴ്സിന് കിട്ടുന്നുണ്ട്. അത് കൂടാതെ ലാംഗ്വേജ് പഠിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ തൊട്ട് പ്രീവിയസ് ആയിട്ടുള്ള ഒരു സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പൽസറി ഫോറിൻ ലാംഗ്വേജ് ട്രെയിനിങ് ഉണ്ട്. അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു നേറ്റീവ് കൺട്രിയിൽ പോയിട്ട് പഠിക്കണം. പിന്നെ അതേപോലെ തന്നെ ഏതെങ്കിലും അഡ്മിനിസ്ട്രേഷനെ പറ്റി പഠിക്കാൻ വേറൊരു കൺട്രിയിൽ പോയി പഠിക്കണം. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് തന്നെയാണ് വെൻ വി ഗെറ്റ് ഇൻ ടു ഫോറിൻ സർവീസ്. അതിനുശേഷം ഇത്രയും പ്രോസസ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ സർവീസിലോട്ട് കയറുന്ന സമയത്ത് ഈവൻ നിങ്ങളിപ്പോൾ ഫോറിൻ സർവീസിലേക്ക് ഒരു അബ്രോഡ് കൺട്രിയിലേക്കുള്ള പോസ്റ്റിംഗ് ആണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് പറയാൻ മറന്നു കേട്ടോ. അതായത് നമുക്ക് ഫോറിൻ സർവീസിലോട്ട് കയറി കഴിഞ്ഞാൽ 2 ടൈപ്പായിട്ട് ഇന്ത്യൻ മിനിസ്ട്രിയിൽ, എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയിൽ നിൽക്കാം, അതേപോലെ പുറത്തേക്ക് പോകാനുള്ളൊരു ഓപ്ഷനും ഉണ്ട്. അപ്പോൾ നിങ്ങൾ പുറത്തേക്ക് പോയിട്ട് അംബാസഡർ എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് 3rd സെക്രട്ടറി ആയിട്ടായിരിക്കും. അതിനുശേഷം, അതായത് നിങ്ങളുടെ ഒരു പ്രൊബേഷൻ പീരീഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം 2nd സെക്രട്ടറിയേറ്റ് കിട്ടുന്നു, പിന്നെ 1st സെക്രട്ടറിയേറ്റ് മാറുന്നു, കൗൺസിലർ, ചീഫ് കൗൺസിലർ, ഇങ്ങനെയാണ് ഏറെക്കുറെ നിങ്ങളുടെ എന്ത് പോകുന്നത് ആ ഒരു പീരീഡ് ജേർണി എന്ന് പറയുന്നത്. കണ്ടല്ലോ, ലാസ്റ്റ് അതായത് 3rd സെക്രട്ടറി ആയിട്ടുള്ള ഒരാൾ പിരിയുമ്പോഴേക്ക്, അതായത് നമുക്ക് പ്രൊമോഷൻ കിട്ടി മാക്സിമം നമ്മൾ ഇതാവുന്ന സമയത്ത്, ഇപ്പോൾ 3rd സെക്രട്ടറി ആയിട്ട് ജോയിൻ ചെയ്ത ഒരാൾ അയാൾ പിരിയുന്ന ഒരു കാലഘട്ടം ആവുമ്പോഴേക്കാണ് അയാൾ അംബാസഡറൊക്കെ ആയിട്ട് മാറുന്നത്. നമ്മൾ കേൾക്കാറുണ്ടാവില്ലേ, നമ്മുടെ ഫോറിൻ USA അംബാസഡർ, നമ്മുടെ അതായത് ഓരോ കൺട്രിയിൽ ഇന്ത്യക്ക് അംബാസഡർ ഉണ്ടെന്നുള്ള കാര്യം അറിയാമല്ലോ. അപ്പോൾ അതുപോലെ ഈ ഒരു 3rd സെക്രട്ടറി ആയിട്ട് ജോയിൻ ആവുന്ന ഒരാൾ ലാസ്റ്റ് അയാളുടെ കരിയറിൻ്റെ ഏറ്റവും ലാസ്റ്റ് അല്ലെങ്കിൽ ടോപ്പിൽ എത്തുന്നതാണ് ഈ അംബാസഡർ അല്ലെങ്കിൽ ഹൈ കമ്മീഷണർ എന്നുള്ളൊരു പോസ്റ്റിലേക്ക്. ഇപ്പം നമ്മൾ മുന്നൊരിക്കൽ ഒരു സൈറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുടെ ഒരു വെബ്സൈറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കത് നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന സൈറ്റ്. ഈ ഒരു സൈറ്റിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, നമ്മുടെ എംബസി, കോൺസുലേറ്റ്സ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. വെബ്സൈറ്റ് ഓഫ് ഇപ്പോൾ മാൻഡ്രോവിയയിലുള്ള ഇന്ത്യയുടെ എംബസീനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്, വിയന്നയിലുള്ള ഇന്ത്യൻ എംബസീനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം കേട്ടോ.
വിയന്നയിലുള്ള നമ്മുടെ ഇന്ത്യൻ എംബസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഉള്ളത്. വളരെ നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആണ് എന്നുള്ളതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഇത്. നമുക്ക് എല്ലാവർക്കും ആക്സസ് കിട്ടുന്നുണ്ട് ഈ ഒരു സൈറ്റിലോട്ടോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫോറിനിലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് എംബസിയായിട്ട് റിലേറ്റ് ചെയ്യാനും എന്തൊക്കെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ബയലാറ്ററൽ റിലേഷൻസ് എന്തൊക്കെയാണ്, ട്രേഡ്, ഇൻവെസ്റ്റ്മെൻറ്റ്, മൾട്ടിലാറ്ററൽസ്, ലൈക്ക് നമ്മുടെ ഫോറിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണമെന്നുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് പാസ്പോർട്ട്, വിസ, ഇന്ത്യ ആൻഡ് വേൾഡ്, നമ്മുടെ റിലേഷൻസ് വിത്ത് ബാക്കിയുള്ള കൺട്രീസുമായിട്ട് നമ്മുടെ എന്തൊക്കെ റിലേഷൻസ് ആണ്, കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് നമുക്ക് ഒതൻറ്റിക് ആയിട്ട് കിട്ടുന്ന വെബ്സൈറ്റാണിത്. സോ എന്ത് ചെയ്യുക, ഇതൊന്ന് വെബ്സൈറ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം. india.government.in നാഷണൽ പോർട്ടൽ ഓഫ് ഇന്ത്യ. ഇതിനകത്ത് നമുക്ക് ഫോറിൻ അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ കാണിച്ച സൈറ്റിൽ വെച്ചിട്ട് നമുക്ക് ഏറെക്കുറെ മനസ്സിലാവും ഇവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, ആരൊക്കെ എവിടെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ചുകൂടി ട്രാൻസ്പെറൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ നോക്കുക, 3rd സെക്രട്ടറിയായിട്ട് കയറുന്നു, അതിനുശേഷം ലീവ് ചെയ്യുന്ന സമയത്ത് ഹൈ കമ്മീഷണറായിട്ട് നമുക്ക് പോസ്റ്റ് കിട്ടുന്നു. ഇപ്പോൾ ആ കാണിച്ചിട്ടുള്ള ആ ഒരു വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ കൺട്രിയിൽ ആരൊക്കെ ഹൈ കമ്മീഷണറായിട്ട് ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഓരോരുത്തർ സ്പെസിഫിക് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ യു ഗൈസ് ക്യാൻ ഗോ ത്രൂ ദാറ്റ് വെബ്സൈറ്റ് ആൻഡ് ഓൾ. സോ ഇനി നമ്മൾ ഇത് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എംബസിയിലേക്കൊക്കെ പോസ്റ്റിംഗ് കിട്ടിപ്പോകുന്ന ആളുകളെ പറ്റിയിട്ടാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഫോറിൻ മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന IFS ഓഫീസേഴ്സിനെ കുറിച്ച്. അവർ ആദ്യം പോസ്റ്റ് ചെയ്യുന്നത് അണ്ടർ സെക്രട്ടറിയേറ്റ് ആണ്, ദെൻ ഡെപ്യൂട്ടി സെക്രട്ടറി, ഡയറക്ടർ, അങ്ങനെയുള്ള ഒരു കാണുന്നുണ്ടല്ലോ. ഈ ഒരു ലെവലിൽ ഇവർക്ക് എന്ത് ചെയ്യുന്നു, പ്രൊമോഷൻ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. ദെൻ ആഫ്റ്റർ ദാറ്റ് ഫോറിൻ സെക്രട്ടറി ആയിട്ട് എന്ത് ചെയ്യുന്നു, ലാസ്റ്റ് വിരമിക്കാനുള്ളൊരു അല്ലെങ്കിൽ ലാസ്റ്റ് വിരമിക്കുന്ന സമയമാകുമ്പോഴേക്കാണ് ഇവർക്ക് ഏറെക്കൊരു ഫോറിൻ സെക്രട്ടറി ആയിട്ടുള്ള ഒരു പോസ്റ്റിംഗ് കിട്ടുന്നത്. കാരണം അത്രയും എക്സ്പീരിയൻസ്ഡ് ആവുമല്ലോ ആളുകൾ ആ സമയമാകുമ്പോഴേക്ക്. പിന്നെ അതിനുശേഷം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജയശങ്കർ സാർ ആയിക്കോട്ടെ, നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഫോറിൻ മിനിസ്റ്റർ ആയിക്കോട്ടെ, ഹി വാസ് എൻ IFS ഓഫീസർ. ആൻഡ് അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഏതെങ്കിലും നമ്മുടെ ഫോറിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ഹി വാസ് വെരി സ്ട്രോങ്. കാരണം അദ്ദേഹത്തിന് അറിയാം എങ്ങനെയാണ് നമ്മുടെ മിനിസ്റ്റർ വർക്ക് ചെയ്യുന്നത്, അതേപോലെ നമ്മുടെ ഇന്ത്യാസ് റിലേഷൻ ടു അനദർ കൺട്രീസ് എങ്ങനെയാണ് എന്നൊക്കെ നല്ല വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ ഹി ഈസ് വെരി സ്റ്റബോൺ ടു എവറി ക്വസ്റ്റ്യൻസ്. ഭയങ്കര എല്ലാ ക്വസ്റ്റ്യൻസിനോടും വളരെ സ്റ്റബോൺ ആയിട്ട് ആൻസർ ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റുന്നുണ്ട്. നമ്മൾ നേരത്തെ IPSനൊക്കെ പറഞ്ഞതുപോലെ ഇവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ബാഡ്ജോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. IAS പോലെ തന്നെ ഒരു യൂണിഫോം ഇല്ലാത്തൊരു സർവീസാണ് IFSകാരുടെ എന്നും കൂടി പറയാം. പിന്നെ ഏറെക്കുറെ അവരുടെ ഒരു ലൈഫ് ആയിക്കോട്ടെ എല്ലാം ഭയങ്കര അടിപൊളിയാണ് എന്നാണ് നമുക്ക് ഇപ്പോൾ ഈ നമ്മുടെ IFS ഓഫീസേഴ്സിൻ്റെ ഇൻസ്റ്റാഗ്രാമും ഇതൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഹൗ ഹാപ്പി ദേ ആർ. അവർ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട്, ഒത്തിരി റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇന്ത്യയുടെ ഒരു ഗാർഡിയനായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ആർമി ചെയ്യുന്ന അതിൻ്റെ ഒരു വേറെ വേർഷൻ ആണല്ലോ ഇവർ ചെയ്യുന്നത്. ഇവർ കുറച്ച് ഡിപ്ലോമാറ്റിക് ആയിട്ട് മൂവ് ചെയ്യുന്നു, ആർമി കുറച്ച് മിലിറ്ററി അങ്ങനെ ആ ഒരു ഇതിൽ പോകുന്നു, കുറച്ചുകൂടി ഫോഴ്സ്ഫുള്ളി പോകുന്നു, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഇവരും നമ്മുടെ ഗാർഡിയൻസ് തന്നെയാണ് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. ഇവരുടെ കരിയർ എങ്ങനെയാണെന്ന് പറഞ്ഞു, ഏറെക്കുറെ സാലറീനെ പറ്റിയിട്ട് നമ്മൾ ചെറിയൊരു മെൻഷൻ ചെയ്യലൊക്കെ നടത്തി. അപ്പോൾ നെക്സ്റ്റ് ഒരു സെഷനിൽ കാണാം. ബൈ ബൈ.